ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റീജിയണൽ ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. റീജിയണൽ ലിറ്ററേച്ചർ എന്താണെന്നും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൽ വരുന്ന കൂടുതൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നായിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ഡെഫിനിഷൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീജിയണൽ ലിറ്ററേച്ചർ, also known as local color, is fiction and poetry that focuses on the distinctive features of a specific geographic area. ഇതാണ് റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ബേസിക് ഡെഫിനേഷൻ. അതായത് ഒരു വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു കഥയാവാം, കവിതയാവാം, അതിലൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും സെറ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ഒരു കഥയായിരിക്കും. അപ്പോൾ ആ ഒരു കഥയെ നമ്മൾ കൂടുതലും കാണുന്നത് ഇവിടെയുള്ള ഓരോ നഗരപ്രദേശങ്ങളും ഓരോ ആൾക്കാരും അവരുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ ഭാഷ, ഡയലക്റ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കും ആ ഒരു വർക്കിൽ നമ്മൾ കൂടുതലും കാണുന്നത്. അതുകൊണ്ടാണ് അത് റീജിയണൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കാരണം അത് വളരെ അധികം ആ ഒരു സ്പെസിഫിക് ഏരിയ മാത്രമാണ് പോർട്രേ ചെയ്യുന്നത്. ഇന്ത്യയല്ല, കേരളത്തെ അല്ല, കേരളത്തിന് അകത്ത് വന്നിട്ട് ഒരു സംസ്ഥാനത്തിലെ ഒരു ജില്ല മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതാണ് റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കാര്യമാണ്. ഇറ്റ് എംഫസൈസസ് ദ ലാൻഡ്സ്കേപ്പ്, ദ പെർട്ടിക്കുലർ ഏരിയ. ഇനി റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ഏൻഷ്യൻ ഇന്ത്യൻ ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ അത് ഓറൽ ട്രഡീഷനാണ്. അതായത് പണ്ട് കാലത്ത് എഴുതപ്പെടുന്നതിന് ഒക്കെ മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന കഥകളും കവിതകളും പലതും വാമൊഴിയായിരുന്നു. വേദിക് എറയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമുക്ക് അറിയാം, ആ സമയം തൊട്ട് ഒരു തലമുറയിൽ നിന്നും മറ്റു തലമുറയിലേക്ക് പഴമക്കാർ ഓരോ കഥകളും പാടി അല്ലെങ്കിൽ പറഞ്ഞാണ് പഠിപ്പിച്ചിരുന്നത്. ഒരു 16-ാം നൂറ്റാണ്ട് എത്തിയപ്പോഴാണ് ഈ കഥകളെല്ലാം തന്നെ എഴുതപ്പെട്ടു തുടങ്ങിയത്. അത് കൂടുതലും ഈ ഒരു സംസ്കൃത ഭാഷയുടെ ഒരു പ്രചരണം കൊണ്ടാണ്. അപ്പം അതിൻ്റെ എക്സാമ്പിളാണ് മഹാഭാരതവും രാമായണവും എല്ലാം തന്നെ. ഒരു സമയത്ത് വാമൊഴിയായി പ്രചരിച്ചിരുന്ന കഥകളും കവിതകളും പിന്നീട് എഴുതപ്പെട്ടു തുടങ്ങി. അപ്പം മെഡീവൽ ഇന്ത്യൻ ലിറ്ററേച്ചറിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പോഴാണ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന് പകരമായിട്ട് അല്ലെങ്കിൽ അത് കൂടാതെ തന്നെ മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഓരോരോ വർക്ക്സ് എഴുതപ്പെട്ടു തുടങ്ങിയത്. പ്രത്യേകിച്ച് കന്നഡ, തെലുഗു, മറാഠി, ഗുജറാത്തി, മലയാളം, ബംഗാളി, ഹിന്ദി, ഉറുദു, അതുപോലെ തമിഴ്. ഈ വർക്കുകളെല്ലാം തന്നെ അതാത് ഭാഷകളിൽ എഴുതപ്പെട്ടു എന്ന് മാത്രമല്ല, മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമയും ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ശരിക്കും ആ സമയത്താണ് ട്രാൻസ്ലേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ഇന്ത്യൻ ലിറ്ററേച്ചർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാടധികം ഭാഷകളുണ്ട്. ഇന്ത്യയിൽ എത്രത്തോളം ഭാഷകളുണ്ടോ ആ ഭാഷകളെല്ലാം തന്നെ ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. ഓരോരോ വർക്ക്സ് അവൈലബിൾ ആണെന്ന് മാത്രമല്ല, ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതലും ഫിക്ഷണൽ വർക്ക്സ് ആണ് ഇപ്പോൾ എല്ലാം പറഞ്ഞത്. പക്ഷേ അതിനർത്ഥം നോൺ ഫിക്ഷണൽ വർക്ക് ഇതിൽ വരുന്നില്ല എന്നല്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. ആ ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ കൂടുതലും ആ ഒരു സ്ഥലത്തെ കേരളത്തിൽ കണ്ടുവരുന്ന ഔഷധ സസ്യങ്ങളിലും കേരളത്തിൽ പ്രചരിക്കുന്ന ഔഷധ രീതികൾ, ചികിത്സാ രീതികൾ, വൈദ്യന്മാർ, അതിനെക്കുറിച്ചെല്ലാം തന്നെ ഈ ഒരു ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് റീജിയണൽ ലിറ്ററേച്ചറിൽ ഫിക്ഷണൽ മാത്രമല്ല നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള വർക്ക്സും ഇൻക്ലൂഡഡ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ലിറ്ററേച്ചർ, ഈ ഒരു ഗ്രന്ഥങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേരളത്തിൽ എത്രത്തോളം ഔഷധ സസ്യങ്ങൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പണ്ടത്തെ ചികിത്സാ രീതി എന്നൊന്നും നമ്മൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതാണ് റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്, ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു വർക്കിൽ കാണാൻ സാധിക്കും. അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെ നടക്കുന്നത്, ആളുകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്, എല്ലാം പറയും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ളൊരു ഐഡിയ
നമുക്ക് കിട്ടുന്നത്. പലപ്പോഴും നമ്മൾ ആ ഒരു സ്ഥലം കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. പക്ഷേ ആ ഒരു സ്ഥലം ഉണ്ടെന്നും അവിടെ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് എന്നും എല്ലാം തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നും എല്ലാം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനത്തെ റീജിയണൽ വർക്ക്സിലൂടെയാണ്. ഇനി നമ്മൾ ട്രാൻസ്ലേഷനിലേക്കെത്തുകയാണ്. അപ്പോൾ റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ പല രീതിയിലുള്ള ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ പലപ്പോഴും പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മാത്രമല്ല റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ട്രാൻസ്ലേഷണൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് പല യൂണിവേഴ്സിറ്റികളിലും ഒരു പേപ്പർ എന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ ഇത്രയും അധികം പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ രണ്ടാണ്. ആദ്യത്തെ രണ്ട് കാരണങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, വൈഡർ ഗ്ലോബൽ ഓഡിയൻസ്. അതായത് ഇപ്പോൾ മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു നോവൽ, ഞാനിപ്പോൾ മലയാളത്തിലൊരു നോവൽ എഴുതുകയാണെങ്കിൽ അത് മലയാളം ഭാഷ അറിയാവുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ അത് വായിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ അതിൻ്റെ മറ്റൊരു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്കോ ഇംഗ്ലീഷ് പോലത്തുള്ള വിദേശ ഭാഷകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലെ ഭാഷകളിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ മലയാളം അറിയാത്ത ഓഡിയൻസിന്, മലയാളം അറിയാത്ത റീഡേഴ്സിന് അവരുടേതായ ഒരു ഭാഷയിൽ ആ ഒരു വർക്ക് വായിക്കാൻ സാധിക്കും. അതിലൂടെ ആ ഒരു വർക്കിന് കുറച്ചും കൂടി ഒരു ഓഡിയൻസ് കിട്ടുകയാണ്. ഒരു ഓഥർ എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ ഓഡിയൻസ് കിട്ടുകയാണ്. അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതായത് ഒരു പർട്ടിക്കുലർ വർക്ക് എഴുതുകയാണെങ്കിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുക, കൂടുതൽ ആൾക്കാർ അത് വായിക്കുക, മനസ്സിലാക്കാം. നേരെ തിരിച്ച് നമുക്ക് പറയാൻ സാധിക്കും, ഇംഗ്ലീഷിലൊരു വർക്ക് പലപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, മലയാളം ട്രാൻസ്ലേഷൻ ആയിരിക്കും നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിലൂടെ ആ ഒരു വർക്ക് നമ്മൾ പരിചയപ്പെടുകയാണ്, ആ ഒരു കഥാകൃത്തിനെ അല്ലെങ്കിൽ ആ ഒരു പോയറ്റിനെ നമ്മൾ പരിചയപ്പെടുകയാണ്. അതാണ് ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്. ഇപ്പോൾ നമ്മൾ കഥയും അല്ലെങ്കിൽ കഥാകൃത്തിനെ മാത്രമല്ല ആ ഒരു ലിറ്ററേച്ചറിൽ പറയുന്ന സ്ഥലത്തെ നമ്മൾ അറിയുകയാണ്. ഇപ്പോൾ നമ്മൾ പലരും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളും നമുക്കറിയാം. ന്യൂയോർക്ക് എവിടെയാണ്, ലണ്ടൻ എവിടെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് എന്തിനെയാണെന്നെല്ലാം നമുക്കറിയാം. പലപ്പോഴും നമ്മൾ ആ ഒരു രാജ്യത്ത് പോയിട്ടുണ്ടാവില്ല, അവിടെ ജീവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ വർക്ക്സ് വായിക്കുന്നതിലൂടെയും സിനിമകളും സീരിയലുകളും കാണുന്നതിലൂടെയും നമുക്ക് ആ ഒരു ഐഡിയ, വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും അവിടെ എങ്ങനെയാണ് ഒരു സൊസൈറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതാണ് ട്രാൻസ്ലേഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ട്രാൻസ്ലേഷന് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത അവസാനത്തെ 2 പോയിന്റ് നമ്മൾ പറയുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത്, തർജ്ജിമ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ വർക്കിലെ ഏതൊക്കെ വാക്കുകളും പ്രയോഗങ്ങളും ആണോ അതിൻ്റെ ഒരു പക്കാ ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്യണം. അല്ലാത്ത പക്ഷം അവിടെ ഒരു കൺഫ്യൂഷൻ നടക്കും. അതാണ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്ത എക്സാമ്പിൾ എന്ന് പറയാം, ഒരു മലയാളം നോവൽ തർജ്ജിമ ചെയ്യുകയാണ് ഇംഗ്ലീഷിലോട്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു മലയാളം വാക്കുകൾ അല്ലെങ്കിൽ മലയാളം പ്രയോഗങ്ങളുടെ ഒരു 100% ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആ ഒരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ കറക്റ്റ് മീനിങ്ങിൽ ആ ഒരു ആൾക്ക് അതിൽ എഴുതി വെക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനർത്ഥം എന്തായിരിക്കും, ആ ട്രാൻസ്ലേറ്റഡ് വർക്ക് വായിക്കുന്ന ഒരു റീഡറിന് ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലായെന്ന് വരില്ല. അതാണ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു കീ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. ഒരു ഇക്വലൻ്റ് ആയിട്ട് ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ പലപ്പോഴും ഒറിജിനൽ വർക്കിലെ പല വാക്കുകൾക്കും ഫ്രേസസിനും ട്രാൻസ്ലേറ്റർക്ക് കൊടുക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് മിസ് ഇൻ്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഒറിജിനൽ വർക്കിൽ പറയുന്ന പല കൾച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയെ സംബന്ധിച്ചുള്ള കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എഗെയിൻ അതിനും പ്രോപ്പറായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതും കൺഫ്യൂഷൻ ഉണ്ടാക്കും. കൺഫ്യൂഷൻ മാത്രമല്ല പല രീതിയിൽ കോൺട്രവേഴ്സീസും വരും. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും പല ന്യൂസുകളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ, ഒരു ബുക്ക് എടുക്കുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ന്യൂസ് വരാറുണ്ട്. സിനിമകളിലും സീരിയലിലും കൂടുതൽ നമ്മളത് കാണാറുണ്ട്. അവർ പോർട്രേ ചെയ്യുമ്പോൾ ചരിത്രത്തിൽ നിന്നുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും ആയിരിക്കും, പക്ഷെ അത് പോർട്രേ ചെയ്ത് വരുമ്പോൾ ഒരു പക്ഷേ അവർ ധരിച്ചിട്ടുള്ള വസ്ത്രധാരണയിലൊരു മാറ്റം അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഡയലോഗുകളിലൊരു മാറ്റം, സംസാരിക്കുന്ന ഭാഷയിലൊരു മാറ്റം,
അതിലൊക്കെ ഒരുപാടധികം കോൺട്രവേഴ്സീസ് വരും. കാരണം ഒരുപക്ഷെ ചരിത്രത്തിൽ ആ സമയത്ത് അങ്ങനെ ഒരു ഡ്രസ്സിങ് ആ സമയത്ത് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ആ ഒരു ഭാഷ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് സംസാരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ക്രിയേറ്റീവ് ലിബർട്ടി എടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. കാരണം ക്രിയേറ്റീവ് ലിബർട്ടി നമുക്ക് എടുക്കാൻ സാധിക്കും. ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു ഫിക്ഷണൽ ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കുക, അതെല്ലാം തന്നെ നമുക്ക് സാധിക്കും. പക്ഷെ ക്രിയേറ്റീവ് ലിബർട്ടിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ മിസ്റെപ്രസെൻ്റ് ചെയ്യും. തെറ്റായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ തെറ്റായ സമയത്ത് തെറ്റായ കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുകയോ പറഞ്ഞു വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാടധികം കോൺട്രവേഴ്സീസ് വരും, മിസ്ഇൻ്റർപ്രിട്ടേഷൻ വരും, പലപ്പോഴും അത് ഇൻസൾട്ടായിട്ട് വരും. കാരണം ആ ഒരു ട്രാൻസ്ലേറ്റഡ് വർക്ക് വായിക്കുന്ന ഒരു വ്യക്തി അത് വായിക്കുന്നതാണ് സത്യമെന്ന് വിചാരിച്ചിരിക്കും. അപ്പോൾ ശരിക്കും ആ ഒരു റീജിയനിൽ അങ്ങനെ ആയിരുന്നു ആൾക്കാർ സംസാരിച്ചിരുന്നത്, അങ്ങനെ ആയിരുന്നു ആൾക്കാർ എന്താണ് ചടങ്ങ് നടത്തിയിരുന്നത് എന്നുള്ളൊരു തെറ്റായൊരു രീതിയിലുള്ളൊരു ചിന്ത അവിടെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഒറിജിനൽ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം സ്കിൽ വേണം. മാത്രമല്ല വളരെയധികം ആ ഒരു അവയർനെസ്സും കൂടി ആവശ്യമാണ്. കറക്റ്റായിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ് അവിടെ നടക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ് അവിടെ നടക്കുന്നത് എന്ന് ട്രാൻസ്ലേറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഒരുപാടധികം കൺഫ്യൂഷനും മിസ്ഇൻ്റർപ്രിട്ടേഷനും വരും. അതാണ് ട്രാൻസ്ലേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ ഒരു വീഡിയോയുടെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഒന്നും കൂടി റീജിയണൽ ലിറ്ററേച്ചർ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇന്ത്യൻ റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. മാത്രമല്ല ട്രാൻസ്ലേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നും ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ റീജിയണൽ ലിറ്ററേച്ചറിൻ്റെ ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് പലതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതുവരെ ആ ഒരു ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിലെ ലിങ്ക് വഴി നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല, ചാനൽ അപ്ഡേറ്റ് എല്ലാം തന്നെ ഞാനൊരു ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതാണ്. സോ വിത്ത് ദാറ്റ് ഐ വിൽ സീ അഗൈൻ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.